നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് കൃഷ്ണന്റെ ജന്മാഷ്ടമിയായിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. ഞങ്ങളുടെ നാട്ടിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമായിരുന്നു. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വേഷധാരികളായ എല്ലാവരുടെയും കലാപരിപാടികളും സമ്മാനദാനവും ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമാവുന്നവർ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതാണ് നമ്മുടെ അച്ചു. ഇവനെ ഞാനാണ് ഒരുക്കിയത്. പിന്നെ നന്ദൂട്ടി ഒരുക്കാൻ കൊണ്ടിരുന്ന അവൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് സ്വഭാവം മാറി അവൾ ഒരുങ്ങിയില്ല. ഇതാണ് ഗെയ്സ് അമ്മു. ഇവള് ഫാരതാമ്പയായിരുന്നു. അമ്മയാണ് ഒരുക്കിയത്. നമ്മുടെ വേഷമണിഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേഷമണിഞ്ഞ് എത്തിയവരെല്ലാം സ്ത്രീകൾ തൂറി അടിക്കുന്നു. അതല്ല ഇവള് കുറിയടിക്ക് ശേഷം നിറക്കിട്ട് നമ്മൾ 3 പേരെ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം അവൽപ്പൊതി വിതരണവും പാൽപായസ വിതരണവും ഉണ്ടാവുന്നതാണ്. പൊട്ടി അർദ്ധകൃഷ്ണൻ
അതിനുശേഷം ആരെങ്കിലും ഒരാൾ ഓഡിയൻസിൽ നിന്നും ഇറങ്ങി വന്ന ആ നറുക്ക് എടുക്കണം. മറിക്കണേ, നറുക്കെടുക്കുന്ന സമയത്ത് ഒരാൾ മാത്രം അവിടെ നിൽക്കണം. ഓഡിയൻസിൽ നിന്ന് ഒരാൾ വന്ന് ആ നറുക്കെടുക്കണം. ഒരു ഉണ്ണിക്കണ്ണനോ ആരെങ്കിലും ഒരാൾ ഇറങ്ങി വരണം. ആരെങ്കിലും ഒരാൾ ആദ്യമായി നറുക്കെടുക്കുന്നയാൾക്ക് മംഗള എന്ന പശുക്കിടാവിനെയാണ് കൊടുക്കുന്നത്. ആ പശുക്കിടാവിനെ ആരെങ്കിലും അടിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. മംഗള എന്ന പശുക്കിടാവിനെയാണ് കൊടുക്കുന്നത്. അപ്പു വരാം. ആ ഭാഗ്യവാൻ എത്തിയിരിക്കുന്നു. അപ്പുവാണ് ആദ്യത്തെ നറുക്കിന് അർഹനായിട്ടുള്ളത്. അപ്പുവിനും അപ്പുവിന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പുവിനും അപ്പുവിന്റെ കുടുംബത്തിനും വേണ്ടി അറിയാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. കഴിഞ്ഞ 8 വർഷത്തിലെ ശോഭായാത്രയിലെ പശുക്കിടാങ്ങളെ കൊടുക്കുന്നുണ്ട്. അതിനൊരു ചെറിയ നിബന്ധന നമ്മൾ വെക്കുന്നുണ്ട്. ഈ പശുവിനെ കൊണ്ടുപോയി വളർത്തി ഇതിന്റെ ആദ്യത്തെ കുട്ടിയെ ഈ ശോഭായാത്രയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യണം. ഇതിന്റെ ആദ്യത്തെ കുട്ടിയെ ഈ ശോഭായാത്രയ്ക്ക് എന്നതിന് കുട്ടിയാവുന്നുവോ അതിനടുത്ത ശോഭായാത്രയിൽ സംഭാവന ചെയ്യണം. ഈ നിബന്ധനയാണുള്ളത്. നറുക്കെടുപ്പാണ്. 1 ഗ്രാമിന്റെ ഒരു സ്വർണ്ണ കോയിനാണ്. ആ നറുക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ബിജുവണ്ണൻ രംഗത്തുണ്ട്. ആരെങ്കിലും ഒരാൾ അത് 1 ഗ്രാമിന്റെ സ്വർണ്ണ കോയിനാണ്. പശുക്കിടാവ് ഗംഗ എന്ന പശുക്കിടാവിന് വേണ്ടിയിട്ടുള്ള നറുക്കാണ്. ഒരാൾ വന്ന് അതെടുക്കുക. ദേവാംശി അനൂപ് മുഖം കിട്ടത്ത കരയിലെടുക്കുക.